ഹലോ, ഹായ് മുത്തുമണീസുകളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ കോഴിമക്കളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ. നമ്മളെ കോഴിമക്കൾ വിരിഞ്ഞതല്ലേ നിങ്ങൾ കണ്ടിരുന്നത്, ഇപ്പം എത്ര വലുപ്പം വെച്ചിട്ടുണ്ടെന്നുള്ളതൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മൾ രാവിലെ തന്നെ തീറ്റളൊന്ന് തുറന്നിടാമെന്ന് വിചാരിച്ച് തുറന്നിട്ട് കൂടൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം കേട്ടോ. ഇന്നലെ നല്ല മഴയാണല്ലോ, എല്ലായിടത്തും മഴ പെയ്തെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം നല്ല മഴ ആയതുകൊണ്ടേ കൂടിന് ചുറ്റോടിട്ട് ഇങ്ങനെ നല്ലോണം വൃത്തികേടായിന് ഒക്കെ ഒന്ന് നല്ലോണം അങ്ങോട്ട് നമുക്ക് അടിച്ച് വാരി വൃത്തിയാക്കി എടുക്കണം. എന്താട്ടോ നമ്മളെ കോഴിമക്കൾ കണ്ടില്ലേ, ഇത്ര വലുപ്പം വെച്ചിന് കേട്ടോ, ഉഷാറായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ഇതിറ്റളെ പുറത്തേക്ക് വിടല്ല. അപ്പം ഇന്ന് നമ്മൾ കൂടെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പുറത്ത് ഇറക്കിയതാണ്. പിന്നെ ഞാൻ ഇതിളെ പുറത്താക്കുക എന്ന് പറയുന്നത് എന്തിലേക്കറിയാം, ഒരു പൊട്ടിയ ടാങ്ക് ഉണ്ട്, ആ ടാങ്കിലേക്ക് കുറച്ച് നേരം ഒന്ന് ഇറക്കി വെക്കും കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ മൂടി വെക്കും. അപ്പം ഇതിലൊന്ന് കാറ്റ് ഓടിയട്ടെ എന്ന് വിചാരിച്ചിട്ട് പുറത്ത് വിട്ടാൽ എന്തെങ്കിലും ഒന്ന് പിടിച്ചു കിട്ടും. കീരിയൊക്കെ നല്ലോണം ഉള്ള ഒരു സമയം കീരിയും പട്ടിയും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പോറ്റിനതിനോട് ഒരു കാര്യം ഉണ്ടാവില്ലല്ലോ. ഇതാട്ടോ നമ്മൾ പറഞ്ഞൊരു ടാങ്ക്, ആ ടാങ്കിലേക്കായിട്ട് ഇട്ട് വെച്ചാലും തന്നെ കുറച്ച് നേരമായിട്ടേക്ക് ഒരു കാറ്റും ഇതൊക്കെ ഇങ്ങനെ കൊള്ളാലോ. എപ്പോഴും കൂട്ടിൽ തന്നെ നിൽക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതാ ഞാൻ കോഴിമക്കളെ പിടിച്ച് ഇങ്ങനെ ഈ ടാങ്കിലേക്ക് ഇങ്ങനെ ഇട്ട് വെക്കാം കേട്ടോ. എന്നാൽ പിന്നെ അതിൻ്റെയൊക്കെ ഒന്ന് ചിക്കി പെറുക്കിയൊക്കെ നിൽക്കുമ്പോൾ ഒരു സുഖമാണല്ലോ. നമ്മളെയും തന്നെ നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അടിച്ചിട്ട് വെച്ചാൽ നമുക്ക് ഭയങ്കര ടെൻഷനാണല്ലോ. അതുപോലെ തന്നെയാണ് കേട്ടോ മൃഗങ്ങൾക്കും ഇങ്ങനെ കൂട്ടിലൊക്കെ അടിച്ചിട്ട് വെച്ചാൽ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ കോഴിമക്കൾ, ഉഷാറല്ലേ? ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷം കേട്ടോ. വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, ഒരു കോഴിനൊക്കെ വാങ്ങി ഇങ്ങനെ പോറ്റി വെക്കണ്ടേ. അതിന് വലിയൊരു ബുദ്ധിമുട്ടില്ലല്ലോ കോഴികളൊന്ന് പോറ്റാൻ. അപ്പോൾ കോഴി കൃഷിയൊക്കെ തുടങ്ങണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ട് കേട്ടോ. നടക്കുമോ ഇല്ലയെന്ന് അറിയില്ല, എന്നാലും നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം. അപ്പോൾ അതാ ഞാൻ ചെറിയ കോഴിമക്കളൊക്കെ പിടിച്ച് ഇതിലേക്ക് ഇട്ടിട്ടോ. അതിന് ശേഷം നമുക്ക് നമ്മളെ മറ്റേ കോഴിമക്കളെ അവിടെ തുറന്നിടാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാൻ ഇതങ്ങനത്തെ ഒരു ബോക്സ് ആയിട്ട് വെക്കാം കേട്ടോ. അതിലാണ് അതിലേക്കുള്ള തീറ്റ ഇട്ട് കൊടുക്കരുത് കേട്ടോ. എന്നാൽ പിന്നെ അതിൽ നിന്ന് ഇങ്ങനെ ചിക്കി പെറുക്കി ഇങ്ങനെ തിന്നാരോ. അപ്പം ആരൊക്കെ വീട്ടിലാണ് കോഴികളുള്ളത് എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് അറിയിക്കട്ടോ. കോഴി, ആട് ഇങ്ങനത്തെ ഒക്കെ പോറ്റുമ്പോണ്ടല്ലോ ഒരു മനസ്സിന് ഭയങ്കര സുഖം കേട്ടോ. ഇതൊന്നും വലിയൊരു ഭാരമുള്ളൊരു പണിയൊന്നുമല്ല കോഴികളെ പോറ്റുക എന്നുള്ളത്. പിന്നെ നമ്മൾ കുറച്ച് നേരം നല്ലോണം ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് എങ്ങോട്ടും ഇങ്ങനെ പോവാനൊന്നും പറ്റൂല കേട്ടോ. കോഴികളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലേ, നമ്മളെ 2 കരിങ്കോഴികൾ കേട്ടോ. അത് മോന് ഭയങ്കര താല്പര്യമായിട്ട് ഓൻ വാങ്ങിയതാണ്, കരിങ്കോഴിനെ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓൻ വാങ്ങിയെടുത്തത് കേട്ടോ അത്. പിന്നെ അതാ വേറെ 2 കോഴികളൂടെ ഉണ്ട് കേട്ടോ. നമുക്ക് പുലക്കെ ഒന്ന് പുറത്ത് ഇറക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, നമ്മളെ കൂടെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. പിന്നെ ഇന്നലെ മഴ പെയ്ത കാരണം ചാമ്പക്കയൊക്കെ നല്ലോണം തന്നെ ഇങ്ങോട്ട് തൊഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പാണ് ഈ നോമ്പായപ്പം തീമ്പലാണ് നിറച്ചും ചാമ്പക്ക ഉണ്ടായിരുന്നു. നോമ്പിൻ്റെ മുന്നേ ഉണ്ടായാൽ മതി എന്ന് വിചാരിച്ചോക്കുമ്പോൾ ഉണ്ടായിട്ടില്ല കേട്ടോ. അന്നൊക്കെ ചെറിയ കുരുന്നായിട്ടാണ് ചാമ്പക്ക ഉണ്ടായിരുന്നത്. ഇനി ഞാൻ കൂട്ടിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ചിപ്പിരിപ്പൊടി ഉണ്ടല്ലോ, നമ്മൾ മില്ലിൽ നിന്ന് എടുത്തുകൊണ്ടുവന്നതാണ്, അതൊന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് എന്നാൽ കോഴിക്കൂടിൻ്റെ ഉള്ളിലേക്ക് ഇടട്ടോ കേട്ടോ. എന്നിട്ട് നമുക്ക് അതിട്ട് വെച്ചിട്ട് ഒന്നര ഉച്ചൻ്റെ ശേഷമൊക്കെ ആയിട്ട് നമുക്ക് നല്ലോണം അടിച്ചരി ഇങ്ങോട്ട് വൃത്തിയാക്കി ഇങ്ങോട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ കൂടുതൽ വൃത്തിയാകുമ്പോൾ കോഴികളൊക്കെ നിൽക്കുമ്പോൾ കൂട്ടിലൊക്കെ നിൽക്കുമ്പോൾ ഒരു വൃത്തി വേണമല്ലോ. നമ്മളെപ്പോലെ തന്നെ നമ്മളെങ്ങനെയാണോ നമ്മളെ വൃത്തി എന്ന് പറഞ്ഞാൽ അതുപോലെ നമ്മളെ കോഴികളെ നമ്മൾ പഠിപ്പിച്ചെടുക്കണം കേട്ടോ. ചില വീട്ടിലെ കോഴികളൊക്കെ കണ്ടാൽ അറിയാം വൃത്തിയില്ലായ്ക. നമുക്കൊക്കെ നമ്മളെങ്ങനെയാണ് അതിനെ ശീലിപ്പിക്കുന്നത് അതുപോലെ നമ്മളും നമ്മളെ കോഴികളെ എന്തിനും നമ്മൾ ശീലിപ്പിച്ചാലും അതുപോലെ ഉണ്ടാവും കേട്ടോ. അപ്പം ഞാനിതാ നമ്മളെ കൂടെ ഇങ്ങനെ കാണുമ്പം തന്നെ ഇപ്പോൾ മഴ പെയ്തുകൊണ്ട് ഒരു വൃത്തികേടായിരിക്കണം. എന്നിട്ട് ചാമ്പക്ക നിറയെ ചാമ്പക്ക ഉണ്ടായിട്ട് പുറത്ത് കിടക്കുകയാണ്. അതൊക്കെ നല്ലോണം തൊഴിഞ്ഞ് ഇപ്പോൾ ആർക്കാണ് ചാമ്പക്കാട്ട് വേണ്ടാണ് കേട്ടോ. നമ്മളെ ചെറുപ്പകാലത്തൊക്കെ നമ്മൾ എത്ര ചാമ്പക്കയാണ് ഓരോ വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ പോയി നിൽക്കണേ ചാമ്പക്ക പെറുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഓരെ കാണാതെ പെറുക്കുക, അങ്ങനത്തെ ഒക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടായി വെക്കുമ്പോൾ നമുക്ക് വേണ്ട. അപ്പം ഞാൻ എന്ത് ചെയ്ത് ചാമ്പക്ക മരത്തുമ്പോൾ ഉള്ളതൊക്കെ ഒന്ന് കുരുക്കി തള്ളിയിട്ട് കേട്ടോ. എന്തായാലും അടിച്ച് വാരി കഴിഞ്ഞാൽ പിന്നെയും ഉണ്ടാവും ഇങ്ങനെ വിൽക്കുന്നത്. അപ്പം ഞാൻ ചെന്ന് അടിച്ച് വരുന്നതിൻ്റെ മുന്നേ ഒന്ന് ഒക്കെ ഇലയൊക്കെ ഒന്ന് തള്ളിയിട്ടാൽ എന്ന് വിചാരിച്ച് വികാളിലൊക്കെ ഒന്ന് വികട്ടെ വിചാരിച്ച്. അതുപോലെ അങ്ങോട്ട് ഇനി നന്നായിട്ടൊന്ന് അടിച്ചരി വൃത്തിയാക്കിയാൽ നമ്മൾ കൂടിൻ്റെ പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ജാതികളൊക്കെ വന്ന് കൂടുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശ്രദ്ധിക്കണം. അതുപോലെ പാൽക്കായൊക്കെ കൊടിയുക, അതൊക്കെ ഏറ്റവും നല്ലതായിട്ട് നമ്മളെ വീടിൻ്റെ പരിസരവും എല്ലായിടത്തും ഇങ്ങനെ ആഴ്ചയിലൊക്കെ ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കുടയണം കേട്ടോ. എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ പാൽക്കാഴം അല്ലെങ്കിൽ വെളുത്തുള്ളി. ഇപ്പം മണ്ണെണ്ണയും കാര്യങ്ങളൊന്നും ഇപ്പം ആർക്കും കിട്ടാത്തതുകൊണ്ടേ നമുക്ക് ഏറ്റവും നല്ല വെളുത്തുള്ളി ചതക്കിയിട്ട് കൊടിയുക, അതുപോലെ പാൽക്കായം കൊടിയുക. എന്നാൽ എന്തെങ്കിലും ഏജാതിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എന്താണ് ഈ മലയോര പ്രദേശമൊക്കെ ആകുമ്പോൾ എന്തായാലും ഉണ്ടാവുമല്ലോ.
ഒരു റബ്ബർ തോട്ടമൊക്കെ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. നമ്മളിങ്ങനെ ശ്രദ്ധിക്കണം, നല്ലോണം ശ്രദ്ധിക്കണം. വൃത്തിയാക്കുക തന്നെ എപ്പോഴും നമ്മൾ പരമാവധി നമ്മൾ വൃത്തിയാക്കിക്കൊണ്ട് നിന്നാലേ നമുക്ക് എന്തുണ്ടെങ്കിലും വരുന്നതും പോണതൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഞാൻ അത് നല്ലോണം നന്നായിട്ട് കുറ്റിച്ചൂലെടുത്ത് അടിച്ച് തരട്ടെ. കുറ്റിച്ചൂലിനോട് അടിച്ച് തരിയാലാണ് ഒരു വൃത്തിയാകുക. അപ്പോൾ അടിച്ച് വാരിയിട്ട് നമ്മളെ ചാമ്പക്കയൊക്കെ ഇങ്ങോട്ട് നമുക്ക് അവിടെ കൊണ്ടുപോയിടാം. ഇനി അവിടുന്ന് ഇങ്ങനെ മുളച്ച് വന്നിട്ട് ആ തൈ ആർക്കെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ അവർക്കും കൊടുക്കാമല്ലോ. അപ്പോൾ ഒരുപാട് ചാമ്പക്ക തൈ ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ തൊഴിഞ്ഞ് പോവാണ്. അപ്പോൾ ആർക്കും വേണ്ട ചാമ്പക്ക. ആദ്യമൊക്കെ നമ്മളൊക്കെ കാലത്താണ് ഇതിനോടൊക്കെ ഭയങ്കര താല്പര്യം. ഇപ്പോഴത്തെ മക്കൾക്ക് ഈ ചാമ്പക്ക, പേരക്ക, മാങ്ങ അങ്ങനത്തതിനോടൊന്നും ഒരു താല്പര്യമില്ല കേട്ടോ. നമ്മളൊക്കെ ചെറുപ്പമാണ് ഭയങ്കര ചാമ്പക്ക പെറുക്കാൻ പോവുക, പുളി പെറുക്കാൻ പോവുക. ഇതുപോലൊക്കെ ചെയ്തവരൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് അറിയിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ നമ്മളെ കോഴിമക്കളൊക്കെ കണ്ടില്ലേ, എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? നമ്മൾ കോഴിമക്കൾ കൊടുക്കുന്ന തീറ്റയും കാര്യങ്ങളും കേട്ടോ ഇതൊക്കെ. ഇതൊക്കെയാണ് നമ്മൾ കോഴിമക്കൾ കൊടുക്കുക. ഞാൻ ഇങ്ങനെ ഒരു അളക്കിലേക്ക് ആക്കി വെച്ചതാട്ടോ. എന്നാൽ കൂടിൻ്റെ അടുത്ത് തന്നെ വെച്ചാൽ എന്താ, മക്കൾക്ക് എടുത്ത് കൊടുക്കും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കി എന്താണ് നമ്മൾ ടാങ്കിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു അടപ്പ് വെച്ച് മൂടി വെച്ചിട്ടോ. ഇനി നമ്മളെ കോഴിക്കൂട് ഒക്കെ ഒന്ന് മൂടി വെക്കാം കേട്ടോ. അല്ലെങ്കിൽ എന്തെങ്കിലും ഏജാതികൾ വരും വിചാരിച്ചിട്ട്. കോഴികളൊക്കെ പുറത്തേക്ക് പോയിന് കേട്ടോ. ഇനി കുറച്ചൊന്ന് കാറ്റോടി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലൊക്കെ പിടിച്ച് കൂട്ടിലേക്ക് ഇടാം. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് അറിയിക്കുക. ഓക്കെ, ബൈ.